ഇന്ന് ദുഃഖവെള്ളി. മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായി സ്വയം ശൂന്യനാക്കിയ യേശുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും അനുസ്മരിക്കുന്നതിനാണ് നമ്മളിപ്പോൾ ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഏറ്റവും പ്രിയമുള്ളത് വേദനയോടെ സ്നേഹത്തോടെ നൽകുന്നതാണ് ബലി. യേശുവാകട്ടെ തൻ്റെ ജീവനെ തന്നെ നമുക്കായി ബലിയർപ്പിച്ച സുദിനത്തിൻ്റെ അനുസ്മരണമാണിന്ന്. പെസഹ വ്യാഴത്തിൻ്റെ പരിസമാപ്തി ദുഃഖവെള്ളിയിലാണ്. ഇന്നലത്തേത് രക്തം ചിന്താതെയുള്ള ബലിയായിരുന്നെങ്കിൽ രക്തം ചിന്തിയുള്ള ബലിക്കായി ക്രിസ്തു ഇന്ന് തന്നെ സമർപ്പിക്കുന്നു. ക്രൈസ്തവർക്കെല്ലാം കഥനത്തിൻ്റെ ദിനമാണിന്ന്. ഇന്നത്തെ ആരാധനാക്രമം മുഴുവൻ ശൂന്യമായ സക്രാരി, അലങ്കരിക്കാത്ത അൽത്താര, മരമണി, വായനകൾ, സാഷ്ടാംഗ പ്രണാമം തുടങ്ങിയവ ഈ ദുഃഖാചരണത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. കളങ്കമറിയാത്ത ക്രിസ്തുവിന് അന്യായമായി വധശിക്ഷ വിധിക്കുന്ന സംഭവമാണ് നാം ഇന്ന് ആചരിക്കുന്നത്. പക്ഷേ ഈ ദുഃഖം നമ്മെ പരാജയത്തിലേക്കോ നിരാശയിലേക്കോ നയിക്കുകയില്ല, മറിച്ച് ഉയിർപ്പിൻ്റെ ആഹ്ലാദത്തിലേക്ക് നയിക്കുന്നു, ക്ഷണിക്കുന്നു. ദൈവസ്നേഹത്തിൻ്റെ ആഴമാണ് ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിലും മരണത്തിലും നാം ദർശിക്കുന്നത്. ക്രിസ്തുവിൻ്റെ പീഡാനുഭവമാണ് ഇന്ന് കാർമികൻ അണിയുന്ന ചുവന്ന വസ്ത്രം സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ തിരുകർമ്മങ്ങൾക്ക് പ്രധാനമായും 3 ഭാഗങ്ങളാണുള്ളത്: ദൈവവചന പ്രഘോഷണ കർമ്മം, കുരിശാരാധന, ദിവ്യകാരുണ്യ സ്വീകരണം. ഇപ്പോൾ ബഹുമാനപ്പെട്ട വൈദികൻ ദിവ്യപൂജയ്ക്ക് എന്ന പോലെ ചുവപ്പ് തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് ബലിവേദിയെ സമീപിക്കുന്നു. ബലിവേദിക്ക് മുൻപിൽ അവർ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നതോടെ ഇന്നത്തെ തിരുകർമ്മങ്ങൾ ആരംഭിക്കുന്നു. ക്രിസ്തു ഗെത്സമൻ തോട്ടത്തിൽ വച്ച് തൻ്റെ പിതാവിൻ്റെ മുന്നിൽ വീണ് ലോകത്തിൻ്റെ പാപം മുഴുവൻ ഏറ്റെടുത്തതിനെ അനുസ്മരിച്ചുകൊണ്ട് വൈദികൻ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് നമ്മുടെ പാപപ്രകൃതിയെയും ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഈ സമയം നമുക്ക് എല്ലാവർക്കും മുട്ടുകുത്തി നിന്നുകൊണ്ട് മൗനമായി പ്രാർത്ഥിക്കാം.
നമുക്ക്